ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വിങ്കാ റോസ് മണ്ണിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുക. പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തിട്ടില്ല. നല്ല പോലെ പൂക്കൾ പിടിച്ചിട്ടുണ്ട്. നല്ല വെയിലുള്ള സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ സ്റ്റെം കട്ട് ചെയ്തും വേര് പിടിപ്പിച്ചെടുക്കാം. അല്ലാതെ വിത്ത് തന്നെ മണ്ണിലായതുകൊണ്ടും തന്നെ അതങ്ങ് പൊട്ടിക്കിളിച്ചോളും. നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഡാർക്ക് പിങ്കാണ്. പക്ഷേ ആ ഒരു ഡാർക്ക് പിങ്ക് നമുക്ക് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. വീഡിയോയിൽ നമുക്ക് തോന്നും ആ ഒരു നോർമൽ ഉണ്ടല്ലോ, അതാണെന്ന് തോന്നും. പക്ഷേ നല്ല ഡാർക്ക് പിങ്കാണ്. ഇതുകൊണ്ട് കേട്ടോ നമുക്ക് സെയിലിന്. ഇതിൻ്റെ പ്രൈസ് 20 റുപ്പീസ്. അടുത്തത് അഡീനിയ. ഇതാണ് ഫ്ലവർ. ഇതിൻ്റെ പ്രൈസ് 50 റുപ്പീസ്. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. ഇതാണേ പ്ലാന്റ്. ഇത് പിന്നെ നമുക്ക് 3 എണ്ണേ ഉള്ളൂ. 3 പ്ലാന്റേ ഉള്ളൂ. ഈ കാണുന്ന 3 പ്ലാന്റുമാണ്. ഇതെന്ന് പറയുന്നത് ചൈന ഡോൾ. ചൈന ഡോളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. സിറ്റ് ഔട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നല്ലതാണ്. പിന്നെ വെള്ളം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. പിന്നെ നിറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് മാത്രം മതി വളമായിട്ട് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് വളരും. യുജീനിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. ഇത് നമ്മൾ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കണം കേട്ടോ. ഇതല്ലെങ്കിൽ ഇങ്ങനെ കരിഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ നല്ല വെയിലുള്ള ഭാഗത്താണ് നിർത്തുന്നത്. പക്ഷേ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കണം. പിന്നെയെന്ന് പറയുന്നത് സ്നേക്ക് പ്ലാന്റ് പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. ഇതാണ് മദർ പ്ലാന്റ്. മദർ പ്ലാന്റിന് ഈ കളറാണ്. കുഞ്ഞ് പിള്ളേർക്ക് ഈ കളറും മമ്മിക്ക് ആ കളറും. പിന്നെ ഉള്ളത് ഏതാണ്? റോസ്, മിനിയേച്ചർ റോസ്, ഡാർക്ക് പിങ്ക് കളർ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 65 റുപ്പീസ്. പവിഴമല്ലി ഉണ്ട്. പവിഴമല്ലിയുടെ പ്രൈസും 65 റുപ്പീസ്. ഇത് പൂവ് രാത്രി വിരിഞ്ഞ് രാവിലെ ആകുമ്പം നിലത്ത് കിടക്കും. ആ നിലത്ത് കിടക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം എല്ലായിടത്തും കാണിക്കാവുന്ന ഇഷ്ടം പോലെ പൂത്ത് കിടക്കുക. എന്താ ഭംഗിയില്ല, കാണാതെ പൂത്ത് നിൽക്കുന്നത്. പക്ഷേ വിഷുവിനാകുമ്പം ഒന്നും കാണത്തില്ല. കാണുവാണെങ്കിൽ ഇപ്പം കാണണം. പറയില്ലേ കണ്ടുപിടിക്കാൻ ഒരു പൊടി പോലും ഇല്ലെന്ന്, അതുപോലെയാണ്. ഇത് CC പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് 160 റുപ്പീസ് തന്നെയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലിയറൻസ് സെയിൽ ഇട്ടിരുന്ന് ഇപ്പോഴും വില മാറ്റിയിട്ടില്ല. 160 റുപ്പീസ്. പവിഴമല്ലി കാണിച്ചതിന് ശേഷം കാണിച്ച പ്ലാന്റ് സെലോക്കേഷ്യയാണ്. റെഡ് കളർ ഫ്ലവർ പിടിക്കും. സെലോക്കേഷ്യ. അതിൻ്റെ പ്രൈസ് 45 റുപ്പീസ്. ഇത് വാണ്ടറിങ് ഡ്യൂ. ഇത് ടാങ്കിൾഡ് ഹാർട്ട്. പിന്നെയുള്ളത് ഇത് ബേബി ടിയേഴ്സ്. ഇതെല്ലാം ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത് കനകാംബരം, ലേഡീസ് കനകാംബരം. ഇതിൻ്റെ പ്രൈസ് റെഡിഷ് കളറാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 45 റുപ്പീസ്. ഇതൊരു വയലറ്റ് കളർ ഫ്ലവർ പിടിക്കുന്ന പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് 20 റുപ്പീസ്. നാടൻ ചെടിയാണ്. അടുത്തത് ടേബിൾ പാം. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. ഇതിന് വെള്ളം കൊടുക്കുമ്പോൾ നന്നായിട്ട് വെള്ളം കൊടുക്കണം. ഇതിൻ്റെ ലീഫൊക്കെ നന്നായിട്ട് നനയത്തക്ക രീതിയിൽ വേണം വെള്ളം കൊടുക്കേണ്ടത്. പിന്നെയെന്ന് പറയുന്നത് ഇതിന് ചൂട് താങ്ങത്തില്ല. അപ്പം നല്ല ഒരു തണുപ്പുള്ള ഒരു ഏരിയയിൽ വേണം വളർത്തേണ്ടത്. ഇത് കലാത്തി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 50 റുപ്പീസ്. ഇത് ഒരു ലീഫി പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. ഇത് സൂപ്പർ വൈറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 റുപ്പീസ്. 250 ആണ്. പിന്നെയുള്ളത് ഫേണിൻ്റെ ഒന്നും പ്രൈസ് ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 200 റുപ്പീസ്. നമ്മൾ 220 കൊടുത്തുകൊണ്ടിരുന്നത്. 200 റുപ്പീസ്. ഇതൊരു ലീഫി പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. ഇത് നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെയുള്ളത് പെഡിലാന്തസ് 10 റുപ്പീസ്. പിന്നെ അഗ്ലോണിമ പിങ്ക് വെറൈറ്റി. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 220 റുപ്പീസ്. ഇതിൻ്റെ ഒന്നും ഐഡിയ നമുക്ക് കറക്റ്റ് അറിയത്തില്ല. അറിയാവുന്നവരൊക്കെ കമൻറ്റ് ഇടുകയാണെങ്കിൽ എല്ലാവർക്കും വലിയ ഉപകാരമാവും. എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് പ്രൈസല്ലേ അറിയൂ. ഏതൊരു സിനിമയിലെ ഹൈ സ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എഴുതാനില്ലേ സാറേ അറിയൂ, വായിക്കാൻ അറിയില്ലല്ലോ. അത് ഏത് സിനിമയായിരുന്നു പറഞ്ഞത്? എന്തായാലും അഗ്ലോണിമ ഏത് ഐഡിയ ആണെന്ന് കമൻറ്റ് ഇട്ടില്ലെങ്കിൽ സാറില്ല, ഇത് ഏത് സിനിമയാണെന്ന് കമൻറ്റ് ഇടണേ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്ക് അത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അത് ചില സമയത്ത് ഓർമ്മ കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകത്തില്ല. എന്ത് കമൻറ്റ് ഇടണേ. ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ. ലോറ പെറ്റാലും 65 റുപ്പീസ്. നമ്മൾ ഫിലോഡൻഡ്രം വെറൈറ്റി കാണിച്ച് 250 റുപ്പീസാണ് നേരത്തെ. പിന്നെ സിങ്കോണിയം കാണിച്ച്, കുറ്റിമുല്ല കാണിച്ച്. കുറ്റിമുല്ലയുടെ പ്രൈസ് 30 റുപ്പീസ്. സിങ്കോണിയം 10 റുപ്പീസ്. ഇത് ബിർക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. ഇത് ഡോട്ട് വെറൈറ്റി CC പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് 190 റുപ്പീസ്. ഇത് നമ്മുടെ ഗുണവുമില്ല മണവുമില്ല. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ശ്രീലങ്കമുല്ല. അതിൻ്റെ പ്രൈസ് 65 റുപ്പീസ്. ഇത് ലേഡീസ് കനകാംബരം 25 റുപ്പീസ് നാടൻ. ഇത് യുഫോർബിയ എപ്പോഴും കാണിക്കുന്നത് 20 റുപ്പീസ്. ഇനിയും ഉണ്ട്. ഇത് അരേലിയ 10 റുപ്പീസ്. പിന്നെയുള്ളത് ഒരു ലീഫി പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 20 റുപ്പീസ്. പിന്നെ കാർഡിനൽ ടിക്കയുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 190 റുപ്പീസ്. നല്ല കേട്ടോ, നല്ല യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ, സൂപ്പറാണ്. ഇത് നന്ദിയാർവട്ടം 25 റുപ്പീസ്. വൈറ്റ് കളർ ഫ്ലവർ പിടിക്കും.
തേർവാട്ടം. പിന്നെയുള്ളത് ഒരു അഗ്ലോണിമ. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 70 റുപ്പീസ്. ഇത് പിന്നെ ബ്രൈറ്റ് സ്റ്റാർ 10 റുപ്പീസ്. വെയിൽ വേണ്ട, നമുക്ക് ഷെയ്ഡുള്ള ഭാഗത്ത് വയ്ക്കാം. ഇത് ബ്ലാക്ക് സി പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 160 റുപ്പീസാണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വീഡിയോ ആണ്, ഇപ്പോഴത്തെ വീഡിയോ അല്ല. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ 40 റുപ്പീസിൻ്റെ പ്ലാന്റ് കാണിച്ചായിരുന്നു, അത് തീർന്ന്. ഇത് കണ്ടിട്ട് ചേച്ചി ഞാൻ ചോദിച്ചിട്ട് തന്നില്ലല്ലോ, ഇപ്പോഴത്തെ വീഡിയോയിൽ കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് വരല്ലേ. ഇത് പഴയ വീഡിയോ ആണ്, പഴയ വീഡിയോ കേട്ടോ, അല്ലെങ്കിൽ വരും. ഇത് ട്യൂബർ റോസ്, വൈറ്റ് കളർ ഫ്ലവർ പിടിക്കുന്ന ട്യൂബർ റോസ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 45 റുപ്പീസ്. ഇതിൻ്റെ അടിയിലൊരു കിഴങ്ങുണ്ട് കേട്ടോ. അപ്പം അയച്ചു തരുമ്പോഴത്തേക്ക് ഈ ലീഫൊക്കെ പോയാലും കുഴപ്പമില്ല, നമുക്ക് ആ ഒരു കിഴങ്ങ് കിട്ടിയാൽ മതി. പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ 60 റുപ്പീസ്. പിന്നെ അഗ്ലോണിമ ബട്ടർഫ്ലൈ ഉണ്ട് 80 റുപ്പീസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെയിലിനുള്ള പ്ലാൻസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. കാണുകയാണെങ്കിൽ ഇപ്പോൾ കാണണം, പിന്നെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കാണിക്കൊന്ന്. ഇത് വിമല ഹൃദയ സ്കൂളിൽ മോള് പഠിക്കുന്ന സ്കൂളിൽ ലാസ്റ്റ് മോളെ വിളിക്കാൻ പോയപ്പോഴത്തേക്ക് എടുത്ത വീഡിയോ ആയിരുന്നു. ഇവിടെ നല്ല മഴയായിരുന്നു, 4 തൊട്ട് 5 മണി വരെ ഏകദേശം നല്ല മഴ പെയ്തു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. നമ്മൾ അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഉടനെ ബൈ.